നമസ്കാരം. സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ തുഷാരഗിരി വാട്ടർഫോൾസ്, കോഴിക്കോട് ജില്ലയിലുള്ള തുഷാരഗിരി വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ബൈക്ക് റൈഡ് തന്നെയാണ്, മോട്ടോ വ്ളോഗിങ് തന്നെയാണ്, സോളോ റൈഡ് ആണ് നമ്മൾ. പക്ഷേ നമ്മുടെ കൂടെ ഇങ്ങപ്പുഴയിൽ നിന്നും അഖിലേഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വനപുറം വീഡിയോ കണ്ടില്ലേ, എക്സർവീസ്മാൻ അഖിലേഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടി ആയിരിക്കും തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ തുഷാരഗിരിക്ക് വിട്ടാലോ? ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്ററാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് വാച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. എത്ര ടൈം എടുക്കും നമ്മൾ തിരിച്ചു വിടാൻ വരെ എത്താൻ അറിയാലോ. യെസ്, നമ്മൾ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിടല്ലേ. കൈനാട്ടി ജംഗ്ഷൻ കേട്ടോ. ഇപ്പോൾ റൈറ്റോട്ട് പോവുകയാണ്, കോഴിക്കോട് റൂട്ട് കേട്ടോ. ഇതിപ്പോൾ കൽപ്പറ്റ ടൗണ് കോഴിക്കോട് റോഡാണ്. നമ്മൾ ടൗണിൽ കയറുന്നില്ല, നമ്മൾ ലെഫ്റ്റിലെ ബൈപ്പാസ് തിരിഞ്ഞങ്ങോട്ട് പോകും. നേരെ അങ്ങോട്ട് പോകുന്നത് ടൗണാണ്, നമ്മൾ ലെഫ്റ്റോട്ട് തിരിഞ്ഞു കേട്ടോ. ഇതാണ് കൽപ്പറ്റ ബൈപ്പാസ് എൻഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടുന്ന് കണ്ടില്ല, ഇതൊരു സർക്കിളാണ്. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് പോകുന്നത് കൽപ്പറ്റ ടൗണിലേക്ക്, ഈ ഇടത്തോട്ട് പോകുന്നത് മേപ്പാടി ഭാഗത്തേക്ക്. നമ്മൾ നേരെ പോകും കോഴിക്കോട്. പിന്നെ നമുക്ക് നേരെ വിടാം. വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. ചെറിയൊരു കോടയുണ്ട്. സമയം 9:26 കേട്ടോ. അപ്പം നമ്മുടെ ഇത് രണ്ടാമത്തെ റൈഡാണ്. ആദ്യത്തെ വീഡിയോ കാണാത്ത ദയവായി നമ്മുടെ 3 സംസ്ഥാനങ്ങളിലൂടെ നമ്മൾ കവർ ചെയ്ത വീഡിയോ കാണാൻ. നല്ല അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം അല്ലേ. നമ്മളങ്ങനെ വൈത്തിരി കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കോട അടിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ലൊരു തണുപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ റോഡ് പണി നടക്കുന്നുണ്ട്. റോഡിന് വീതി കൂട്ടല്ലേ. NH 766 ആണേത്, കോഴിക്കോട് കൊല്ലകൽ ഹൈവേ. ഇതിപ്പോൾ ലക്കിടി ഏരിയ ആണ്. ഇവിടെയൊക്കെ ഫുള്ള് റിസോർട്ടുകളും ഹോം സ്റ്റേയും ആണ്. ഇതുണ്ട് ഈ ഉപവൻ റിസോർട്ട് കണ്ടോ. ഈ റിസോർട്ടിലാണ് ഒരു 2 വർഷം മുമ്പ് മാവോയിസ്റ്റുകൾ ആക്രമിച്ച്, എന്നിട്ട് 2 മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തായിരുന്നു പോലീസുകാർ. അന്ന് ഭയങ്കര വിവാദമൊക്കെ ആയത്. അത് ആ റിസോർട്ടാണ് കേട്ടോ, ഉപവൻ റിസോർട്ട്, ലക്കിടി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വയനാട്ടിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ നോക്കി അത്യാവശ്യം കോടയുണ്ട്, തേയിലത്തോട്ടവും അടിപൊളി അല്ലേ. വയനാട് ഗേറ്റ് വേൻ്റെ അടുത്തെത്തി. നമ്മളിതാ വയനാട് ഇറങ്ങാം കേട്ടോ. ഇനി ചുരം ഇറങ്ങാൻ പോവാണ്. ഘാട്ട് റോഡാണ് ഇനി. താങ്ക് യു, വിസിറ്റ് അഗൈൻ വയനാട്. ചുരം ഇറങ്ങാം നമുക്ക് പതുക്കെ. തിരക്കില്ലാണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ 2 മണിക്കൂർ ആ ചുരത്തിൽ കുടുങ്ങിയത്. കാറിലാണ് വന്നത്. ബൈക്ക് നമുക്ക് ഇടയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകായിരിക്കും. അന്ന് ഇത് സ്കാനിയ ബസ് വളവിൽ കുടുങ്ങിയതാണ്. 2 മണിക്കൂർ ബ്ലോക്ക്. അങ്ങനെ ചില സമയത്തൊക്കെ ചുരത്തിൽ പണി കിട്ടും. താഴോട്ട് നോക്കി. മേലെ കണ്ടൊരു പാറ നിൽക്കണം. നമ്മളങ്ങനെ ഇറങ്ങി പോവുകയാണ് ചുരം. ഇവിടെ ആൾക്കാർ നിർത്തി ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കണ്ടില്ലേ. അടിപൊളി വ്യൂ അല്ലേ. അതുകൊണ്ട് താഴോട്ട് നല്ല മലനിരകൾ മഞ്ഞും മൂടി, കോടമഞ്ഞും മൂടി കിടക്കണം. അവിടെയൊക്കെ റോഡ് വളരെ മോശമായിട്ട്. താഴോട്ട് നോക്കി എന്നാ സ്റ്റൈലല്ലേ. നമ്മൾ ഫസ്റ്റത്തെ വളവ് ഇറങ്ങാൻ പോവാണേ. ഇവിടുന്ന് അങ്ങോട്ട് ഹെയർപിൻ 9, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്പർ ഇട്ടേക്കുന്നത്. ഇല്ല, 9, ഹെയർപിൻ നമ്പർ 9. 9 വളവുകളാണ് താമരശ്ശേരി ചുരം ഉള്ളത്. ആദ്യത്തെ വളവാണ് ഇപ്പോൾ നമ്മൾ പിന്നിട്ട്.
ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ഈ വ്യൂ ഒന്ന് കണ്ടിട്ട് പോകാം. നല്ല അത്യാവശ്യം തിരക്കുണ്ട്, വണ്ടികൾ കയറി വരുന്നുണ്ട്. ഇവിടെ ഒരു വളവാണ്, അതാണൊരു പ്രശ്നം. പെട്ടെന്ന് വല്ല വണ്ടികൾ വന്നാൽ പണി കിട്ടും. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു സീനാണ്, അടിപൊളി സീന്. ഇപ്പോൾ നമ്മളൊരു ഇറങ്ങിയപ്പോൾ ഒരു 3ാമത്തെ വളമായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. അവിടെ നിന്നുള്ള സീനാട്ടോ, അടിപൊളി സീനാണ്. അതൊക്കെ എനിക്ക് ആ കാണുന്നതൊക്കെ അടിവാരം ഭാഗമായിരിക്കും. അത് അടിവാരം ഭാഗമാണ് ആ കാണുന്നത്. മലനിരകൾ കിടക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്. നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോകണം. ഇവിടെ നോക്കിയാൽ മുഴുവൻ പ്ലാസ്റ്റിക്കുകളാട്ടത്. പ്ലാസ്റ്റിക് കുറേ ഇവിടെ തട്ടിയിട്ടുണ്ട്. അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല തോന്നുന്നു അല്ലേ, ചെറിയ കോട പോലെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഈ ചെറിയ ഇങ്ങനെ ഇറങ്ങി ഓരോ മല ഇറങ്ങി വേണം പോകുന്നുണ്ട്. അവിടെ കണ്ടോ, അതൊരു വളവാട്ടോ കാണുന്ന, അതൊരു വളവാണ്. എത്രാമത്തെ വളമാണെന്നറിയില്ല. അതൊക്കെ ഇറങ്ങി വേണം നമ്മളിങ്ങനെ പോകാനായിട്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാവേ ആ ചുരം. കണ്ടോ, അതേത് വളവാണെന്നറിയില്ല. കണ്ടോ, സൂപ്പറല്ലേ. കണ്ടോ, വണ്ടികൾ ഇറങ്ങി പോകുന്നേട്ടാ. 3 മലകളിലാണ് ഈ വയനാട് കിടക്കുന്നത്. അത് ഇറങ്ങി വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഞാൻ വിടാം നമുക്ക്. ഈങ്ങാപ്പുഴ വിട്ട് അഖിലേഷിനെ വിളിച്ച് നേരെ തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക്. ഇത് ചിപ്പിലത്തോട് എന്ന് പറഞ്ഞ സ്ഥലമാണ്, ചുരത്തിൻ്റെ ഇടയ്ക്കുള്ള. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നത് തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക് പോകുക. അതിൽ 5 കിലോമീറ്റർ പോയാൽ തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക് എത്തും. പക്ഷെ നമ്മളിപ്പം മുന്നോട്ട് പോവുകയാണ്, ഈങ്ങാപ്പുഴ ഭാഗത്തേക്ക് പോകണം അഖിലേഷിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് അതിലേ പിന്നെ അടിവാരത്ത് നിന്ന് അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോകാനുള്ള വഴിയുണ്ട് വേറെ, തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക്. നമ്മളത് ലാസ്റ്റത്തെ വളമാണിത്. താഴോട്ട് ഇറങ്ങുമ്പോൾ 9ാം വളവ്, മേലോട്ട് കയറുമ്പം 1ാം വളവ്. അങ്ങനെ നമ്മളത് ആ ചുര ഇറങ്ങി അടിവാരത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. അടിവാരത്തുള്ളൊരു പള്ളിയാണ്, വലിയ പള്ളിയല്ലേ. അത്യാവശ്യം വലിയൊരു ടൗണാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ചുരം കയറുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിച്ചൊക്കെ പോവാം. പെട്രോൾ പമ്പുണ്ട്, പെട്രോളൊക്കെ അടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണാണ് അടിവാരം. നമ്മുടെ മുമ്പിലൊരു ബസ്. അടിവാരം, താമരശ്ശേരി, മുക്കം, ഒടുങ്ങാക്കാട്, മക്കാം, ഈങ്ങാപ്പുഴ, ഓമശ്ശേരി. ഏകദേശം അവിടെ നിൽപ്പുണ്ട് അപ്പുറ സൈഡിൽ. അതാ പോവാ, നീ എടുത്തരാ. അതാ യെസ് കമാൻ. അടിവാരമാണേ. അടിവാരത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിക്കണം. വേണ്ടേ, ഈ റൂട്ട് വലത്തോട്ട്, അതായത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ അടിവാരത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വേണം നമ്മൾ പോകാൻ. നമ്മളിതാ തുഷാരഗിരി വാട്ടർഫോൾസിലേക്ക് എത്താറേ. നാളെ തുഷാരഗിരി വാട്ടർഫോൾസിലെ കുറേ കാഴ്ചകളാണ്, അത് അടിപൊളി കാഴ്ചകളാണ്. ആരും മിസ് ചെയ്യില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവേത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.